സ്വാമി, അത്താഴം കഴിക്കാൻ വരുന്നില്ലേ? ഭൈരവൻ ഇരിക്ക്. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? ആയുസ് പോകുന്നതേതും അറിവിയില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. നാം ഒരിക്കലും കാണാത്ത അനുഗ്രഹദായിനിയാണ് നിദ്രാദേവി. വിശപ്പിനേക്കാൾ അസഹ്യമാണ് നിദ്ര. അത് സ്വാമി പറഞ്ഞത് ശരിയാ. ഒരു ദിവസം ആ ദേവി കടാക്ഷിച്ചില്ലെങ്കിൽ ജീവിതം നരകതുല്യമാവും. മനസ്സാകുന്ന കുരങ്ങന്റെ വികൃതികൾ ഉറക്കത്തിൽ അടങ്ങുന്നു. ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവനും നിദ്രാദേവിയുടെ അനുഗ്രഹം വേണ്ടെന്ന് വയ്ക്കുന്നില്ല. അറ്റാൽ ഇരുളിലിരിക്കൂ അറ്റോനിവനെന്നുരക്കിലല്ലലറും ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ട് വിലസിയിടുമോ. ഗാഠനിദ്രയെപ്പറ്റി മുമ്പ് സ്വാമി പറഞ്ഞത് ഓർമ്മ വരുന്നു. ഗാഠനിദ്ര അതിശയകരമായൊരു അനുഭവമാണ്. സുഖിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഇന്ദ്രിയങ്ങളോ വിഷയങ്ങളോ ഒന്നും അവിടെയില്ല. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ സാധാരണ. നിദ്രാദേവിയുടെ മടിയിൽ സർവജ്ഞനും ധീരയോദ്ധാവും കേവലം ഒരു ശിശു മാത്രം. നിദ്രയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്ന നിദ്ര ഭൈരവനോട് പിണങ്ങും. അത് ശരിയാ. ഉറക്കം വന്ന് തുടങ്ങുന്നു. ഭൈരവൻ ഉറങ്ങിക്കോളൂ. പല ദിവസങ്ങളിലും ഇത് പതിവാ. ഗുരുസ്വാമി ഇതെങ്ങോട്ട് പോയി? പുറത്തിറങ്ങി നോക്കിയാലോ? സ്വാമി, എന്തിനാ ഭൈരവൻ ഇങ്ങോട്ട് പോന്നത്? ഇങ്ങനെ വരരുത്. ഞാൻ സ്വാമിയെ കാണാതെ പുറത്തിറങ്ങിയതാ. ആകാംക്ഷ ഇവിടെ എത്തിച്ചതാ. ഭൈരവ, നമ്മെ കാണാൻ ചിലർ വന്നു പോയതാ. യോഗികൾക്കും സിദ്ധന്മാർക്കും ആകാശഗമനം സാധ്യമോ? അത് സാധിക്കുമോ സ്വാമി? എന്തുകൊണ്ട് സാധിച്ചൂടാ? സാധിക്കാത്ത കാര്യങ്ങൾ മഹാത്മാക്കൾ പറഞ്ഞു വച്ചിട്ടില്ല. അവർക്ക് നമ്മോട് കള്ളം പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. ഞാൻ വരാൻ പാടില്ലായിരുന്നു. മനുഷ്യ സഹജമായ ജിജ്ഞാസ ബാധിച്ചു. ആ കാഴ്ച കണ്ട് പഞ്ചപുച്ഛമടക്കി നിന്നുപോയി. സിദ്ധന്മാരും സാധ്യന്മാരും വരും. അവർക്ക് ഹിതമായ ഇടങ്ങളിലൊക്കെ സ്വാമിക്കൊപ്പം ജീവിക്കുന്നു. പഴയ അവിവേകം ഇപ്പോഴും മാറിയിട്ടില്ല. സാരമില്ല, ആരോടും ഇതൊന്നും പറയണ്ട. ഭൈരവനെ തന്നെ. ഇല്ല, ആരോടും പറയില്ല സ്വാമി. ദൂരെ നിന്ന് നോക്കുന്നയാൾക്ക് തീ ഒരു കൗതുകമായിരിക്കും.
തൊട്ടു നോക്കിയാലേ ചൂടനുഭവിച്ചറിയാനാവൂ. അതുപോലെയാ സിദ്ധികളും. സ്വാമി